ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് നമ്മുടെ ലൈഫ്. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാശ്മീരിലോട്ടാണ് കേട്ടോ. അതും നമ്മുടെ ചെനാബ് പാലം വഴി നേരെ കാശ്മീരിലോട്ട്. ഇത് എൻ്റെ രണ്ടാമത്തെ ദൂരയാത്രയാണ്, വൈഫിൻ്റെ ആദ്യത്തെ ദൂരയാത്രയാണ്. അവൾ ആദ്യമായാണ് ഇങ്ങനൊരു ട്രെയിൻ യാത്ര നടത്തുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടും അവൻ്റെ വൈഫുമാണ്. ഞങ്ങൾ 4 പേരാണ് ഈ യാത്ര പോകുന്നത് കേട്ടോ. ഇതാണ് പത്താംകോട്ട്, നമ്മൾ യുദ്ധം നടന്ന സ്ഥലം. പിന്നെ ഇവിടെ ഒരു ചെടി കാണിച്ചു തരാം. ഈ ചെടി എന്ന് പറയുന്നത് കഞ്ചാവ് പോലെ നിൽക്കും. ഇത് കഞ്ചാവല്ലോ, ഇതാണ് ബാങ്ക്. കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ യുദ്ധം നടന്ന സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കത്തുവ എന്ന സ്റ്റേഷനിലാണ്, കാശ്മീർ ബോർഡറിൻ്റെ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് റേഞ്ച് പോകുന്നത്. ഫസ്റ്റ് റേഞ്ച് പോകുന്ന സ്ഥലം പോസ്റ്റ് പെയ്ഡ് എടുക്കണം. കത്ര ചെന്നിട്ട് നമുക്ക് പോസ്റ്റ് പെയ്ഡ് എടുക്കണം. ഇത് കത്തുവ റെയിൽവേ സ്റ്റേഷനാണ്, ജമ്മുവിലെ കത്തുവ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഫോണിനെല്ലാം റേഞ്ച് പോകുന്ന സ്ഥലമാണ് ഈ കത്തുവ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നഷ്ടമാകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് ഖത്രയാണ്. ആ ഖത്ര ചെന്നിട്ട് പ്രീപെയ്ഡോ അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡോ സിം നമുക്ക് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെറ്റും കാര്യങ്ങളും കോളും എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. സിം എടുക്കൽ മസ്റ്റാണ്. ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഒരു കഥ പറയാനുണ്ട്. ചെനാബ് പാലം വഴി ട്രെയിൻ സർവീസ് ഇല്ലാത്ത സമയത്ത് ഡൽഹിയിൽ നിന്ന് ജമ്മു താവിയിലേക്ക് ടിക്കറ്റ് എടുത്ത് ജമ്മു താവിൽ നിന്നും ഷെയർ ടാക്സി വഴിയാണ് ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ 6 മണിക്കൂർ യാത്രയാണ് ഇപ്പോൾ ചെനാബ് പാലം വഴി 2 മണിക്കൂറിലെ യാത്രയായിട്ട് ചുരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ കേസ്, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഖത്രയിലെത്തിയിരിക്കുകയാണ്. ഖത്രയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇത് വരുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് കയറി അങ്ങനെ ജമ്മു ഖത്രയിലെത്തിയിരിക്കുകയാണ്. ഈ ഖത്രയിൽ നമുക്ക് വന്ദേ ഭാരതിൽ പോകാനാണുള്ളത്. അത് ഇനി 2:45 ട്രെയിനിൽ. ഇപ്പോൾ സമയം 10:45. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. ഖത്ര സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വന്ന് ജമ്മു ഖത്രയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 2 മാസം മുമ്പെങ്കിലും നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. 22/5/2026 നിന്ന് പാലക്കാട് നിന്ന് കയറി ഖത്ര വരെ പോകുന്ന 16-317 ഹിമസാഗർ എക്സ്പ്രസ് 3rd AC 25/5/2026 എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹിമസാഗർ എക്സ്പ്രസ് എല്ലാ വെള്ളിയാഴ്ചകളിലും മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. ഇതിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ജമ്മു ഖത്ര വരെ ഡയറക്റ്റ് പോകാം എന്നുള്ളതാണ് ഗുണം. ഇതാണ് SMVD ഖത്ര ദേവി ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ലാസ്റ്റ് ട്രെയിൻ വരുന്നത്, അതായത് നാട്ടിൽ നിന്നായാലും പിന്നെ ഡൽഹിയിൽ നിന്നായാലും വരുന്നത്. ഇതുണ്ടോ, ശ്രീ മാതാ ദേവി ക്ഷേത്ര, വൈഷ്ണവ ദേവി, ശ്രീ മാതാ വൈഷ്ണവ് ദേവി ഖത്ര. അത് ക്ഷേത്രത്തിൻ്റെ സ്റ്റേഷനാണ്. ആ ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന് മുകളിൽ ഹെലികോപ്റ്റർ സർവീസൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കിനി ശ്രീനഗർക്ക് പോകേണ്ടത്. ഞങ്ങളൊരു പോസ്റ്റ് പെയ്ഡ് സിം എടുക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്ത് സിം ഉണ്ട്. ഇവിടെ വന്നിട്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ കട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിം എടുക്കണം. സിം എടുത്തിട്ട് പോസ്റ്റ് പെയ്ഡ് സിം എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, കോൾ വിളിക്കാനും കാര്യങ്ങളൊക്കെ. നാട്ടിലത്തെ സിം ഇവിടെ വർക്കാവില്ല. അപ്പോൾ നമ്മൾ സിം എടുക്കാൻ പോവാണ് കേസ്.
അപ്പോൾ സ്പെഷ്യലായിട്ട് വന്ദേ ഭാരത് പോകാൻ ആദ്യം 2 മണിക്കാണ് 2:50 നമുക്ക് ട്രെയിൻ ഉള്ളത്. പക്ഷെ അതിന് മുന്നേ 1:30 നമുക്ക് ചെക്കിങ്ങിന് കയറണം. ക്യൂ നിന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ടത്. ക്യാമറയിൽ കാണിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എസ്കലേറ്ററിൽ ഇറങ്ങി നമ്മൾ വന്ദേ ഭാരതിൻ്റെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ വന്ദേ ഭാരത്. അതാ കിടക്കുന്നു. ഇതാണ് വന്ദേ ഭാരത് അല്ലേ. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിന് വേണ്ടി ഇനി 2:50 യാത്രയെന്ന് ശ്രീനഗർക്കുള്ളത്. പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ചെനാബ് പാലത്തിലൂടെ ഉണ്ട് വന്ദേ ഭാരതിലേക്ക് നമുക്ക് പോകുന്നത്. ടീമെല്ലാം ഇവിടെ ഉണ്ട്. ഇനി വെയിറ്റിങ്ങിന് കാത്തിരിക്കുകയാണ്. ഇവിടെയാണ് വന്ദേ ഭാരത് വരുന്നത്. എസ്കലേറ്ററിലൂടെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഖത്തറയിൽ നമ്മൾ 2:50 ട്രെയിൻ ഉള്ളത്. 2:50 ചെക്കിങ് തുടങ്ങും. 2:50 പ്ലാറ്റ്ഫോമിലേക്ക്. ഓക്കെ, വന്ദേ ഭാരതിൽ നമ്മൾ കോച്ച് നമ്പർ C5 ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നടന്നു പോകണം. ഇതാണ് വേറെ ട്രെയിനുള്ളത്. വന്ദേ ഭാരതിന് പുറമേ ആയിട്ടുള്ള ട്രെയിനാണ് ഇത് വരുന്നത്. ലോക്കൽ ട്രെയിനും ഉണ്ട്. ഖത്തറിൽ നിന്ന് ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് ഉണ്ട്. 2 ട്രെയിൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. വന്ദേ ഭാരതിൽ കയറുകയാണ്. വന്ദേ ഭാരതിനുള്ളിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് മക്കളെ വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ. പുറഭാഗങ്ങൾ കണ്ടല്ലോ. ടീം നമ്മളെവിടെയാണ്? വന്ദേ ഭാരതിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെനാബ് പാലം ഉണ്ടല്ലോ, അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ചെനാബ് പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് യാത്ര പോകാനുള്ള നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടി. അടുത്ത് ഇനി എന്താ വരുന്നത് നോക്കാം. ചായ വരുമോ? വരുമോ നോക്കാം. ചായ നോക്കാം നോക്കാം. ചായ വരുമോ? വെള്ളം കിട്ടി. ചാർജർ പോർട്ട് ഉണ്ട്, പിന്നെ USB പോർട്ട് ഉണ്ട്, Type-C പോർട്ട് ഉണ്ട്, പിന്നെ ഇതിങ്ങനെ വെക്കാനുള്ള സംഭവമുണ്ട്. ഫുഡും കാര്യങ്ങളും വെക്കാനുള്ള സംഭവമുണ്ട്. കാലി ചവിട്ടാനുള്ള പാടുണ്ട്. ചവിട്ടാനുണ്ടോ? പിന്നെ ഇത് പുഷ് ബാക്ക് ആക്കാം. ബാക്കിലേക്ക് ചെറുതായിട്ട് ആക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ചായയും വന്നില്ല, സ്നാക്സും വന്നിട്ടില്ല. നമ്മൾ സെപ്പറേറ്റ് പേയ്മെന്റ് കിട്ടുള്ളൂ. ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്ദേ ഭാരത് ഖത്തറിൽ നിന്നും ശ്രീനഗർ വരെ എത്തുന്നത് വരെ ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ചെനാബ് റെയിൽവേ പാലവും അഞ്ചിത് ഖാദർ റെയിൽവേ പാലവും. ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാകുമ്പോൾ അഞ്ചിത് ഖാദർ പാലമാകട്ടെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലമാകുന്നത്. ഇതുകൂടാതെ തന്നെ ചെറുതും വലുതുമായി പാലങ്ങളും തുരങ്കങ്ങളും താണ്ടിയാണ് വന്ദേ ഭാരത് ശ്രീനഗറിലേക്ക് കാലെടുത്ത് വെക്കുന്നത് കേട്ടോ. എല്ലാവരും ഫോൺ പിടിച്ച് ഫോട്ടോയും വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ചെനാബ് പാലം എത്തിയെന്ന് മനസ്സിലാക്കിയത്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ കാശ്മീരിലെ ചെനാബ് റെയിൽവേ പാലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് ബക്കേൽ കൗരി എന്നീ റെയിൽവേ സ്റ്റേഷനെ ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉയരം എത്രയെന്ന് അറിയുന്നത് 359 മീറ്ററാണ് നദീതടത്ത് നിന്ന്, ഏകദേശം 1178 അടി. പിന്നെ പാരീസിലെ പ്രശസ്തമായ ഈഫൽ ടവർ ഉണ്ടല്ലോ, അതിൻ്റെ 35 മീറ്റർ കൂടുതൽ ഉയരമാണ് ഈ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്. പാലത്തിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 1315 മീറ്റർ, അതായത് 1.3 കിലോമീറ്റർ കേട്ടോ ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. മഞ്ഞുണ്ട്. അങ്ങനെ കാശ്മീരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് മലമുകളിൽ മഞ്ഞ് പെയ്തതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വയലുകളും, ആ വയലുകൾക്കിടയിൽ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകളുമാണ് നമുക്ക് വന്ദേ ഭാരതിൻ്റെ ജനലിലൂടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ കാണുന്നത് എത്ര സുഖകരമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കണ്ണിലൂടെ കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി ഷോട്ടായിരിക്കും. അങ്ങനത്തെ ഒരു ആംബിയൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് കാണുന്നില്ല, ഫുള്ളായിട്ട് വ്യൂ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശ്രീനഗർ എത്തിട്ടോ. അപ്പോൾ ഗൈസ് ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് റൂമിലേക്ക് പോകാം. ഇവിടെ പട്ടാൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ടീം ഗൈസ്. എല്ലാവരും വണ്ടി പിടിക്കുന്നത് ഒക്കെ തിരക്കിലാണ്. അപ്പോൾ ഓരോ ഓട്ടോയുടെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ശ്രീനഗർ ട്രെയിൻ ഇറങ്ങി, വന്ദേ ഭാരത് ഇറങ്ങി.
പുറത്ത് നിൽക്കുകയാണ്. ഫുള്ള് സുരക്ഷാ സേനകളുണ്ട് കേട്ടോ അവിടെ. ടാക്സി വിളിയടാ, നമ്പർ തരാ. ഓ അവിടെ നോക്കി. പിന്നെ ഫ്രണ്ട് തന്നെ ഓ മഞ്ഞിൻ്റെ മല. ഓ രക്ഷയില്ല. ഓ മോനെ, ഞങ്ങൾ ഫ്ലാഗ് ഇങ്ങനെ പാറുന്നുണ്ട്. अब इधर नहीं था क्या? मैं इधर ही था लेकिन मैं आगे था, ट्रैफिक जाम बहुत ज्यादा है। അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് വന്ദേ ഭാരത് ഇറങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ വായുണ്ട് ഇവിടെ, നമ്മൾ കേസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് റൂമിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പം വെൽക്കം ബാക്ക് നമ്മുടെ ലൈഫിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. टिकट नहीं है आपके पास? मेरे को बोला है उधर से मिल जाएगा, टिकट बुक करने की जरूरत नहीं है बोला है। मैंने उसको बताया मैं टिकट नहीं लिया, वो मुश्किल नहीं है। आपका रिटर्न टिकट कब का है? रिटर्न टिकट टुडे इज 25। 29 തോന്നുന്നുണ്ട്. श्रीनगर की देखो सोनमर्ग जाओ बर्फ के लिए, लोकल साइट सीन करो आप। मैं आपको बोलता हूँ आपको बिल्कुल मजा आएगा लोकल साइट सीन में। एक तो शिकारा राइड मिलेगा, दैट्स वर्थ। मुगल गार्डन से वो आपको बहुत ज़्यादा अच्छे लगेंगे, ठीक है। हो गया दूसरा दिन। तीसरा दिन जो आपका बचता है ना, उसमें से आप या पहलगांव जा सकते हो या आप दूध पथरी जा सकते हो। तो वो ഓക്കെ ठीक है, थैंक यू. एक तो देखो उसमें बार्गेन करना, सब जगह बार्गेन विदाउट फूड कहीं भी नहीं बार्गेन। അപ്പോൾ ഇതാണ് കാശ്മീരിൻ്റെ നാഷണൽ ട്രീ ആണോ, ചിനാർ. മറ്റേ ഇത് ഡ്രൈ ആവൂലേ ലീഫ്? ഇത് ഡ്രൈ ആവും, ഉണങ്ങി വിടും. ചിനാർ. So can you guess this river? What is this river? I don't know. ചിനാർ റിവർ ആണോ? Arey no bro, famous river. It's a famous river and you must have heard about it. You must have heard ഓ about ദാൽ it. ലേക്ക് It's a lake, it's a river. റിവർ. And this river goes to Pakistan. മറ്റേത് It's a Jhelum river. ഫേമസ്. And that's that footbridge. You see that footbridge? That is you see that tower? That is Shankaracharya temple. At the top of the mountain. ശങ്കരാചാര്യ You see ടെമ്പിൾ. that there's this temple, no? रिवर का नाम River का नाम Jhelum river. ജാലം. Jhelum. ജാലം റിവർ. ഇപ്പൊ ജാലം റിവർ ആണ് ഇവിടെ. ഇതുണ്ടോ ജാലം റിവർ. ഇത് നമ്മളിപ്പോ കാശ്മീരിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ശ്രീനഗറിൽ വന്ന ഏരിയയാണ് ജമ്മു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഇത് കാശ്മീരാണ് കേട്ടോ. ഇത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പുഴയാണ് ജാൽ റിവർ. I tell you one thing which is very interesting. अगर आपको कश्मीर हर एक जगह को एक्सप्लोर करने के लिए अभी 15 दिन कैसा एडजस्ट करेगा वो भी पता नहीं। 15 दिन बोले तो 6 दिन यात्रा ट्रैवलिंग करना पड़ेगा, खाली वो ट्रेन। ओके 6 दिन ट्रेन का, 4 दिन यहाँ का, फिर वापस दिल्ली में भी ये 2 दिन। इसीलिए बोलते हैं बिजनेस इज फ्रीडम। ये रह के गाड़ी बंद करके चलो घूमने के लिए 2-4 महीने। ഇവിടെ ഒന്നുകൂടി വരേണ്ടി വരും കേട്ടോ. बिजनेस है तो भी उधर ഇവിടെ ഒന്നുകൂടി വരേണ്ടി വരും. बिजनेस की फ्रीडम है फिर भी आपको business അങ്ങനെ മുഗൾ ഗാർഡനും ഹസ്രത്ത് ബാല്, ലാൽ ചൗക്ക്, സിവിൽ സെക്രട്ടേറിയറ്റ്, ബദ്മാലോ. ഇവിടെ ഫുള്ള് എന്താ പ്രശ്നം വെച്ചാൽ മിലിറ്ററിക്കാർ ഇങ്ങനെ പോയിട്ട് അതാണ് സീനി എപ്പോഴും. मैंने आपके एजेंट से भी बात की, ही इज लाइक जो आपने इटनरी बनाई है बेस्ट है आपके एक्सपीरियंस के हिसाब से, ഓക്കെ ताकि आप स्नो भी देखो, नेचर भी देखो और वाटरफॉल वगैरह भी देखो। ഓക്കെ. ആശാം അടിപൊളിയാണോ, ഡ്രൈവർ അടിപൊളിയാണ്, നല്ല ഗൈഡ് ചെയ്യുന്നുണ്ട്.
നല്ലപോലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഗൈഡ് വിത്ത് ടൂർ ഗൈഡാണ്. ഒരത്തിന് നമ്മളെ ക്യാബ് ഓപ്പറേറ്റ് ചെയ്യുന്നതും മൂപ്പരാണ്. ഓക്കെ, ഇപ്പോൾ കാശ്മീരിലേക്ക് എൻ്റർ ചെയ്ത് तो आज के लिए मैंने बता दिया क्या करना है आपको, अब समझ गए एग्जैक्टली. तो कल इंशाल्लाह हम 7:30 डेफिनेटली निकलेंगे. लेट्स सेट 7:25. ओके, अगर आपको ब्रेकफास्ट होटल में मिला सुबह तो ठीक, नहीं मिला तो हम जाने के टाइम जाते जाते कर लेंगे, क्योंकि एक मार्केट आता है वहाँ पे, एक जगह आती है वो 2-3 किलोमीटर की, वहाँ बहुत जाम रहता है, वहाँ 2-4 घंटे जाम लगता है. वो क्रॉस करके हम कहीं भी ब्रेकफास्ट कर सकते हैं. समझ गया? ठीक है. तो ऑन द वे वी कैन हैव द ब्रेकफास्ट एंड देन इंशाल्लाह फिर आप स्नो देखोगे, फिर उसमें स्विमिंग करना आप किधर? स्नो में. ज़्यादा कल आपको मजा आएगा. तो जब आप इस टाइम पे वापस आ रहे होगे फिर आप मुझे बोलना मैं क्या बोल रहा था कल. ठीक है. हाँ जी, नो द मस्ट. जाएगा जाएगा जाएगा. मुझे आप एक बात बोलो, अगर कंडोटी से यहाँ पे ऑर्डर करना होगा ना फ्लिपकार्ट पे, होता है वो? ഇദ്ദേഹം ഒരു ക്യാബ് ഡ്രൈവറായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. വിദേശത്തൊക്കെ പോയിട്ട് ബിസിനസ്സുമാരായിട്ട് ഇന്റേൺഷിപ്പൊക്കെ എടുത്ത് പഠിച്ച മനുഷ്യനാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ കൊണ്ടോട്ടി നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. കാശ്മീരി വംശജനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ പാട്ടും മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ്. ഇലിമിനേറ്റിയാണ് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ആ പാട്ട് വെച്ചാണ് ഇപ്പോൾ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ തിരിഞ്ഞു. ഇതാ ആ കാണുന്ന മക്കളെ. ऑटो लेने की जरूरत है ना कुछ लेने की जरूरत है. ठीक है, अब समझो मेरी बात. आपको मैं ड्राई फ्रूट और सैफरन की जो भी करना होगा वो कल कर लेंगे. हो गया आपका शॉपिंग खत्म हो गया. ഇതാണ് നമ്മളെ റൂം. റൂമിലെത്തി. നല്ല അടിപൊളി റൂമാണ്. TV ഉണ്ട്. അല്ല ഗൈസ്, പാക്കേജിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാബ് ഡ്രൈവർ ആയാലും ഗൈഡ് ആയാലും അടിപൊളി ആളാണ്. കണ്ടിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ നല്ലപോലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയാണ്. മുഗൾസിലോ? മുഗൾസ് ബാർബിക്യൂ. അപ്പോൾ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. വെച്ചാൽ കുറേ സംഗതികളുണ്ട്. ഇതിൽ കയറാം. എവിടെ കയറണേ? ഇതിലാ? ഓ കബാബ് കബാബ് ചിക്കനാ. എവിടെ കയറണേ? ഇത് ചിക്കനാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കബാബിൻ്റെ സാധനങ്ങൾ എത്തി. ട്രൈ ചെയ്യാൻ കട്ട് കർ ബൈ कट. ओके सर. ओके, रोटी में और चटनी के साथ खाना. ओके, थैंक यू. और पीस എടുക്ക്. ഒരു പീസ് എടുക്കാം. എന്താ? എന്താ? Jasa.
മൂന്ന് മണിക്കൂർ മുമ്പ് आएगा 3 दिन इधर ही है ഇവിടെ നിന്ന് മതി, ഇവിടെ നിന്ന് മതി. സലാഡ്സൊക്കെ അടിപൊളിയാണ്, കബാബും അടിപൊളിയാണ്. കബാബ് ഒറിജിനൽ മട്ടൻ കബാബാണ്. ഒരു മുട്ട നിന്നൊരു ഫ്ലേവറാണ് അല്ലേ? ഡബിൾ ആംപ്ലേറ്റ് ഒക്കെ ഒരു ഫ്ലേവർ. മട്ടൻ്റെ അംശം കുറവായിരിക്കും. ഇതാണ് ഫുള്ള് മട്ടൻ നല്ല പിന്നെന്താ കയ്യിലെ പറഞ്ഞ കേട്ടില്ല. അപ്പോൾ നമ്മൾ കാശ്മീരത്തെ ഫസ്റ്റ് ഫുഡ് നമ്മൾ കഴിച്ചത് മുനീർ കഫത്തേരിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ കഴിച്ചതിൽ കണ്ടത് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ മസാല ആയാലും സോസുകളായാലും നല്ലൊരു ടേസ്റ്റാണ് എന്നത്. 2-3 ഐറ്റം സോസ് തന്നെ വരുന്നുണ്ട്. എത്രയാണ്? 100. ഇത് കയം ചൗക്കിലെ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ ഫുഡിനെല്ലാം റേറ്റ് ചീപ്പാണ്. നമുക്ക് 350 രൂപ പറഞ്ഞ് കേട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 350 രൂപയുടെ ഫുഡ് എന്ന് പറയുന്നത് 2 പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും. ഇത് ചിക്കൻ ടിക്കറ്റൊക്കെയാണ് കേട്ടോ. ഇത് 350 രൂപയുടെ ഫുഡല്ല, 180 ഉള്ളൂ. ഇതിന് ഞങ്ങൾ 4 പേരും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. ഫുഡ് എന്താ പാടെന്ന് പറയണല്ലോ, അല്ലാതെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ആ സോസും ചട്നിയാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു 4 ഐറ്റം സോസും ചട്നി ഉണ്ട്. അതായത് ചിക്കനും ടിക്കറ്റും കൂട്ടി അടിക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാണ്. പാല് റൊട്ടിയിട്ട് കുത്തി കഴിക്കാനുണ്ടാവും, അതേപോലത്തെ ടേസ്റ്റ്. ഉള്ളവൾ കൊണ്ടുപോയി കാട്ടിപ്പൂട്ടിയാണ് ഇവിടെ. ഫുള്ള് കാര്യമായിട്ടുണ്ട്. നമ്മള് ഓൾഡ് ഡൽഹി ദർബാർ വെജ് നോൺ വെജ്. നമ്മളെ സ്ട്രീറ്റിൻ്റെ ഇത് പേരാ, സ്ട്രീറ്റ് ഏതാ, കയം ചൗക്കിൻ്റെ
കായം ചോക്കിലാണ് കേട്ടോ ഈ ഓൾഡ് ഡൽഹി ദർബാർ. കിട്ടില്ല ഫുഡാണ്, ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല കിട്ടിയിട്ടുണ്ട്. ചെറിയ പോർഷനാണ് കഴിച്ചത്, അത് തന്നെ നല്ല പോലെ പിന്നെ നല്ല ടേസ്റ്റായി. ഉള്ളതുപോലെ പറയാം, നല്ല ടേസ്റ്റായി അല്ലേ. പാലിൽ ബ്രെഡ് മുക്കി കഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇമാതിരി ഫീലാ. ഇനി അടുത്തതിൽ നമുക്ക് പോയി നോക്കാം. അടുത്ത ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യും. വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ വെച്ചാലേ എപ്പോഴും പോലീസിൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. 50 beef barbecue है ना? Yes. Beef barbecue. हाँ beef निकाल. एक one stick. Okay. 50 बताए आप? Beef. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള വേറെ ഷോപ്പിൽ ബീഫ് ബാർബിക്യൂ ആണത്. ഇത് 50 രൂപയുടെ ഒരു ബാർബിക്യൂ ആണത്. വളരെ ചീപ്പ് റേറ്റ്. ബാർബിക്യൂൻ്റെ ഒരു 6-7 പീസ് ഉണ്ടോ കഴിഞ്ഞു. അങ്ങനെ ഒരു നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പക്ഷെ പടങ്ങിയില്ലെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മള് എക്സ്പെൻസിന്റെ അല്ല, ടെസ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. എക്സ്പീരിയൻസ് ചെയ്യാം. ഓവറാണ്. പക്ഷെ അവിടെ ചെന്നാൽ ചിലപ്പോ നമുക്ക് ഉച്ചക്ക് ഉണ്ടാവില്ല. അപ്പൊ ഉച്ചക്ക് നമ്മൾ കഴിക്കണ്ടില്ല. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചാൽ സ്ട്രീറ്റ് കാ നാം കയാം ചൗക്കിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മക്കളെ. അതാണ് ഒരു ഓൾഡ് ഡൽഹി ദർബാർ വേണ്ടത്. പിന്നെ അപ്പുറത്ത് ഈറിൻ്റെ ഒരു കടയും കൂടി ഉണ്ട്, അതും അടിപൊളിയാണ്. പിന്നെ ഖൈബർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തുള്ള കയാം ചൗക്കിൽ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ദുക്കാനാണ്. ഇവിടെ നമ്മൾ ബീഫ് ബാർബിക്കും ചിക്കൻ ബാർബിക്കും പിന്നെ മറ്റേ എന്തെന്താ റൊട്ടി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാണ്. അപ്പോൾ ऐसे नहीं निकलेगा. Good experience. നന്നായിട്ട് വലിക്കല്ലേ. കഴിച്ചോ കമ്പ്യൂട്ടറും കഴിച്ചോ. കൈക്ക് 50 രൂപക്ക് വർത്താണ്. 50 രൂപക്ക് ഒരു കബാബ്. എന്നുണ്ട് എന്താ അവസ്ഥ? ഞാൻ അല്ല എനിക്ക് വെക്കി കാപ്പി എന്റെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ല പഞ്ചാബ് ഏതാ പറ്റിയത്? ഇത് 50 രൂപയ്ക്ക് വെറുത്തല്ലേ അല്ലേ? അവിടെ എത്ര രൂപ എടുത്തു? സമാധാനമില്ലാത്ത ടീമാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടേ ഇപ്പുറത്തെ കടയിലെ ചപ്പാത്തിയും കൊണ്ട് ഞാൻ അപ്പുറത്തെ കടയിൽ പോവാണ്. ഫുള്ള് നിരന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. ഫുഡ് ട്രൈ ചെയ്യാൻ ഇതാണ്. അത് വർത്താണ്. എല്ലാം 50 രൂപക്ക്, ഒരു 50 രൂപക്ക് എല്ലാം വർത്താണ്. ഇതെന്താ കിട്ടിയ സാധനം കിട്ടിയോ? ചിക്കൻ നേരത്തെ ഓർഡർ ചെയ്താ 50. വിട്ടോ ഞങ്ങളെല്ലാരും കടത്തി.
ये भाई साहब ആക്രാന്ത കേട്ടില്ലേ വളപ്പി തരാറില്ലേ വയർ ഫുള്ളായി അവിടുത്തെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറയാം കുളി കഴിഞ്ഞ് മെല്ലെ കഴിച്ചത് രാവിലെ 5:45 എണീക്കണ കുട്ടിക്ക് ഇത് 50 രൂപ ഉള്ളൂ. 50 രൂപക്ക് ഇത് അടിപൊളിയാണ്. മറ്റോടത്ത് 3 രൂപയാണ്. എത്രയുണ്ട് റേറ്റ്? 280 രൂപ. 270. പക്ഷെ 270 ഈ സ്റ്റിക്ക് കുറച്ച് വലിപ്പമുണ്ട്, അതാണ് പ്രത്യേകത. വലിപ്പമുണ്ട്, അതേപോലെ ക്വാളിറ്റിയും കുറച്ച് കൂടുതലാണ്. 270 കുറച്ച് അപ്പുറത്ത് ചട്നി കൂടുതലാണ്. ഇത് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വർത്താണ്. 50 രൂപക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. 50 രൂപ ഉള്ളൂ. ഒരു ഇതിന് 2 റൊട്ടിയും കിട്ടും, പിന്നെ ഒരു കബാബിൻ്റെ സ്റ്റിക്കും കിട്ടും. അടിപൊളിയാണ്. 50 രൂപക്ക് അടിപൊളിയാണ്. 100 രൂപയ്ക്ക് ആണെങ്കിൽ തന്നെ കൊടുക്കതിന് അല്ലേ? 100 രൂപ വരെ കൊടുക്കാം നമുക്ക് മാർക്ക്. 50 രൂപ പക്ഷേ നമുക്ക് ഇതിന് ആകെ 50 രൂപ ഉള്ളൂ. പക്ഷെ നമുക്ക് 100 രൂപ ഇനി മതി കേട്ടോ. ഒരുപാട് ഫുഡുകൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ അതാണ് കുഴപ്പമുള്ളത്. വയറ് ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ.